ഗാന്ധിസം, ഗാന്ധിയൻ സോഷ്യലിസം, സ്വരാജ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളും JPയുടെ കൺസെപ്റ്റുകളും ഒരു പരിധിവരെ അംബേദ്കറിൻ്റെ കാഴ്ചപ്പാടുകളും അതിൻ്റെ ഒരു മെർജിങ് ഏരിയയാണ് മൂഴിക്കുളം ശാലയുടെ ദർശനം എന്ന് കണ്ടെത്താൻ കഴിയും. വേണമെങ്കിൽ അങ്ങനെ കണ്ടെത്താൻ പറ്റും. കാരണം നമ്മൾ ഇപ്പോൾ അംബേദ്കറേയും ഗാന്ധിയെയും വിനോബാജിയെയും ജയപ്രകാശ് നാരായണനെയും JC കുമരപ്പയെയും ധരംപാലിനെയും ഒക്കെ വിവേകാനന്ദനെയും ബുദ്ധനെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഏറ്റവും ഉത്കൃഷ്ടമായ ആശയങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ ഗാന്ധി എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയയും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ കാലമൊന്നുമല്ല. അദ്ദേഹം 1930 ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്ര, അതേമാതിരി 42 ക്വിറ്റ് ഇന്ത്യ സമരം, 1920 നിസ്സഹകരണ പ്രസ്ഥാനം, എത്ര ഇന്ത്യ മുഴുവൻ ഒരു വൈദ്യുത പ്രവാഹം പോലെ അതിൻ്റെ ഒരു സന്ദേശം എത്തിക്കാൻ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് കഴിഞ്ഞതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത് ആലോചിച്ചിട്ട് പിടുത്താം. ഒരു ഇലക്ട്രിഫിക്കേഷൻ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇരുന്ന ഇടത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ലോകത്തെ മുഴുവൻ ഈ ഒരു ഊർജം പ്രസരിപ്പിക്കാനുള്ളൊരു കഴിവ്, അതേപോലെ ഒരു കഴിവ് ഉണ്ടായ പിന്നെ അത് പ്രയോഗത്തിൽ കൊണ്ടുവന്ന ഒരാൾ ജയപ്രകാശ് നാരായണനാണ്. വിനോബാജി പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്ത് ഭൂദാന പ്രസ്ഥാനം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദനും ഇതേപോലെ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ JC കുമരപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിൽപ്പിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒറ്റ പുസ്തകവും അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഗാന്ധി അതേപോലെ തന്നെ ഈ ജയപ്രകാശ് നാരായണൻ അതിൻ്റെ ഒരു സമൂഹത്തെ ചലിപ്പിക്കാനുള്ള ഒരു മാന്ത്രിക കരുത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് എന്നെ ഇപ്പോഴും വിസ്മയിപ്പിക്കുന്നതാണ്. ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്ത ഒരു വിസ്മയമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ ഒരു മെർജിങ്, ഇപ്പോൾ ഈ ഇവിടുത്തെ ചരിത്ര പുരുഷന്മാരുടെ സ്മൃതി മരങ്ങളിൽ അംബേദ്കർ ഉണ്ട്, ബിർസ മുണ്ട, ഇവർക്കൊക്കെ നങ്ങേലി, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അയ്യ വൈകുണ്ഠസ്വാമി, അയ്യങ്കാളി, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു, പൊയ്കയിലപ്പച്ചൻ, ഇവർക്കൊക്കെ ഇടം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ ഉൾച്ചേർക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം മൂഴിക്കുളംശാല ഒരു വേദപാഠശാലയാണ്, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ഏടാണ് ഇത് പേറുന്നത് എന്നുള്ളൊരു പേരുദോഷം തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഇല്ലാതാക്കാൻ നമ്മൾ ബോധപൂർവം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇപ്പം നമ്മളിവിടെ അതിൻ്റെ ഇപ്പോൾ ഭാരതീയ സംസ്കൃതിയെ നമ്മൾ അംഗീകരിക്കും. ഭാരതീയ സംസ്കൃതി അംഗീകരിക്കാതെ ഇപ്പോൾ നമുക്ക് ഈ ഉപനിഷത്തിലെ മഹാവാക്യങ്ങളെ ബേസ് ചെയ്തിട്ടൊരു വാക്യാർത്ഥ സദസ്സ് വളരെ സെക്കുലറായിട്ട് ഡെമോക്രാറ്റിക്കായിട്ട് നടത്തിയ ഒരു ഇടമാണത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ അത് സെക്കുലറാകാനും ഡെമോക്രാറ്റിക് ആകാനും അത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതുമാകാനുള്ള ബോധപൂർവമായൊരു ശ്രമം ഈ ഒരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ജാഗരൂകരാകാറുണ്ട്. അത് നമ്മളിപ്പോഴും അത് വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഏത് പരിപാടിയും നമ്മൾ ഡിസൈൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇവർക്കൊക്കെ ഇവിടെ ഇടമുണ്ട്. ഇവരൊക്കെ നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കേണ്ട ഇവരൊക്കെ. ഗാന്ധിജി, സ്വരാജ്, ലോക്കലൈസ്ഡ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഒരു കാർഷിക ഗ്രാമമായ മൂഴിക്കുളം പ്രദേശത്ത് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സ്വീകാര്യത എവിടം വരെയാണ്? വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകാര്യതയുണ്ട്. പക്ഷേ ഒരു നിത്യജീവിതത്തിൽ അത് പ്രയോഗത്തിൽ വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ, അതായത് പ്ലാസ്റ്റിക് വിമുക്തമായ അല്ലെങ്കിൽ നിയന്ത്രിതമായ ഒരു മേഖലയായിട്ട് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാരുടെ ഒരു സഹജ ബോധം കൊണ്ട് അവർ എന്ത് കഴിച്ചാലും അത് മണ്ണിലേക്ക് വലിച്ചെറിയുന്ന ഒരു കൾച്ചർ ഇപ്പോഴും ഉണ്ട്. അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ രാസവളം, കീടനാശിനി, കളനാശിനി ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്.
കരിയില കത്തിക്കരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കരിയില കത്തിച്ചാൽ എന്താ പ്രശ്നം, അത് കാർബൺ എമിഷൻ ഉണ്ടാകുന്നതാണ്, ക്ലൈമറ്റ് ചേഞ്ചിനെ കൂട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒന്നല്ല. പക്ഷേ എന്നാലും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതൊരു നിരന്തരമായിട്ട് നടക്കേണ്ട ഒരു പ്രവർത്തനമാണ്. ഇത് കമ്മ്യൂണിറ്റികൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രവർത്തനമാണ്. കാരണം ദുരന്തം ഇങ്ങനെ വീടിൻ്റെ ഉമ്മറ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുകയാണ്. ഇനി നമുക്കിതൊരു ആക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. ഈ ബ്ലാ വർത്തമാനം കൊണ്ടൊന്നും ഈ ലോകത്തെ മാറ്റിമറിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടത്തിൽ, ചുറ്റുവട്ടത്തിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ലോകത്തെ ഒറ്റയടിക്ക് മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ കേരളത്തെ മാറ്റിമറിക്കാനോ ഇന്ത്യയെ മാറ്റിമറിക്കാനോ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മളുടെ പഞ്ചായത്ത്, ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പഞ്ചായത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അന്വേഷണവും പ്രയോഗവും പ്രവർത്തനവുമാണ് മൂഴിക്കുളം ശാല പാറക്കടവ് പഞ്ചായത്തിൻ്റെ വിവിധ സംഘടനകളുടെ, റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സഹകരിപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ്. അത് പൂർണ്ണമായി വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയമല്ല, എന്നാൽ പരാജയമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല.